ഓ, നിങ്ങൾ അന്ന് മുതലേ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ? എന്നോട് +2 കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറുദുവിലൊക്കെ ഉള്ള മാർക്കൊക്കെ കണ്ടിട്ട് ഉസ്താദിനെ ഡയറക്റ്റ് ഫോൺ വിളിച്ചു, ഓക്കെ, മർക്കസിൽ വരണം. ഹക്കീം ഉസ്താദാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ പ്ലാൻ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ എൻട്രൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനാണ്, മെഡിക്കലിന് പോകാനാണ്. ഓക്കെ, പറഞ്ഞ യുനാനിക്ക് പോയിക്കോ. യുനാനിക്ക് 50 മെഡിക്കൽ കോളേജിൽ അതൊന്നും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ആദ്യം വിട്ടത് ഡൽഹിയിലേക്കായിരുന്നു. അതായത് ഇത് വിടാൻ കാരണം ചെറിയ ഉസ്താദാണ്, നിങ്ങളെ ഹക്കീം ഉസ്താദാണ്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ പരിചയപ്പെട്ടിരുന്നു കേട്ടോ. എനിക്ക് വലിയ ഒരു ബഹുമാനം തോന്നിയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വലിയ വിഷണറി ആയിട്ട് തോന്നി, വളരെ സൗമ്യനായിട്ടുള്ള, ആർഭാടങ്ങളിലൊന്നും വിശ്വസിക്കാത്ത, അല്ലേ? അന്ന് ഇതിന് എന്താ സ്കോപ്പ് എന്ന് ചോദിച്ചാൽ ഹക്കീം ഉസ്താദിനോട്, ഇതിനെന്താണ് ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾ ചോദിച്ചു? ഓ, അപ്പോൾ പറഞ്ഞു മർക്കസിന് യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് ആൾക്കാർ പഠിച്ച് വന്നാലാണ് അതിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഓ, അപ്പം നിങ്ങളെക്കാളും വലിയ വിഷണറി ആയിരുന്നു അദ്ദേഹം, അല്ലേ? നടക്കാത്ത കാര്യങ്ങളെ നടത്തിയെടുക്കുക. ഇന്നെനിക്ക് നോക്കുമ്പോൾ കാണാം മർക്കസിൻ്റെ യുനാനി മെഡിക്കൽ കോളേജ് ആ കുന്നിൻ്റെ മുകളിൽ, വയനാട് ചുരത്തിൻ്റെ താഴ്വരയിൽ ആ കുന്നിൻ്റെ മുകളിൽ കാണാം ഇങ്ങനെ ചുവന്ന നിറത്തിലുള്ള ആ ബിൽഡിങ്. ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്. ആദ്യത്തെ മെഡിക്കൽ കോളേജ് കേരളത്തിലെ.